പെൺമയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ മനുഷ്യനും വിവിധ രീതിയിലുള്ള അഭിരുചികൾ ഉണ്ടാവാം. പക്ഷെ ആ അഭിരുചിക്കനുസരിച്ചുള്ള പ്രവർത്തന മേഖലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നുള്ളതും ആഗ്രഹം മാത്രമായി തീരും പലപ്പോഴും. അവിടെ എത്തിച്ചേരണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒരുപക്ഷെ ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പ്രവർത്തന മേഖലയിൽ എത്താൻ കഴിയാത്തവർക്ക് മനസ്സിലുള്ള ആഗ്രഹം തീവ്രമാണെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള മേഖലകൾ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് സത്യവുമാണ്. ഒരുപക്ഷെ ഒരാൾ ഒരു പാട്ടുകാരനാകാനായിരിക്കും ആഗ്രഹിക്കുന്നത്, എന്നാൽ എത്തിപ്പെടുന്നതോ ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ഒക്കെ ആയിരിക്കും. എന്തായാലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുക. എന്നെങ്കിലും ഒരു കാലത്ത് ആ മേഖലയിൽ തീർച്ചയായും എത്തിച്ചേരും. ഇതിനൊരു ഉദാഹരണമാണ് പ്രവിത. ഒരു MBA ബിരുദധാരിയായ പ്രവിത കഴിഞ്ഞ 8 വർഷമായി ആനിമേഷൻ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു കാലത്ത് അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ളതിന് ഉദാഹരണമാണ് പ്രവിതയുടെ വിശേഷങ്ങൾ. കാണാം പെൺമയിൽ പ്രവിതയുടെ വിശേഷങ്ങൾ. ഞാൻ ശരിക്കും പഠിച്ചത് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. വളരെ യാദൃശ്ചികമായി എനിക്ക് ആനിമേഷൻ എൻ്റെ കയ്യിൽ കിട്ടി. എല്ലാവരെയും പോലെ തന്നെ ആനിമേഷൻ്റെ ഈ ഒരു കളർഫുൾ വേൾഡ് തന്നെയാണ് എന്നെയും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷവും പിടിച്ചു നിർത്തിയത്. ശരിക്കും ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ കൂടുതൽ മോട്ടീവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പറ്റം എന്താ പറയുക വളരെ ടാലൻറ്റഡായ വളരെ ക്രിയേറ്റീവായ ആർട്ടിസ്റ്റുകളുടെ നടുക്ക് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പറ്റം കൊളീഗ്സ്, ഇതെല്ലാം ആനിമേഷനിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ്. പിന്നെ നമ്മളറിയാത്ത കുറേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പറ്റം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങൾ, പിന്നെ റിയലിസ്റ്റിക്കിൽ നിന്നും വളരെ എന്താ പറയുക വളരെ രസകരമായിട്ട് തന്നെ ഒരു ഫാൻറ്റസി വേൾഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഇതെല്ലാം ആനിമേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സോ എല്ലാവരെയും പോലെ ഞാനും ഈ ഒരു ഫീൽഡിൽ ഭയങ്കരമായി അട്രാക്റ്റഡ് ആയി. പിന്നെ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പാർട്ട്, ഒരു അക്കാഡമി റൺ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു പ്രൊഫഷനോ കരിയറിനോ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു പറ്റം കൊച്ചുകുട്ടികൾ, അവരെ പഠിപ്പിക്കുക, അവർക്കൊരു ജോബ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ പാർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒന്നാണ്. മുൻപൊക്കെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ടോം ആൻഡ് ജെറി കാർട്ടൂൺ ആയിരുന്നു അല്ലേ, കൊച്ചിലെ മുതലേ കണ്ടു വളർന്നിട്ടുള്ള ഒരിത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കാണുന്ന പരസ്യങ്ങളിലും അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഈവൻ ഒരു കുഞ്ഞ് ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ ഈ പറഞ്ഞ ആനിമേഷൻസിൻ്റെയോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഡിസൈനിങ്ങിൻ്റെയോ ഒക്കെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആനിമേഷൻ ഒരു കുട്ടി പഠിക്കാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പാരൻസിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായി തീരാൻ പറ്റും, ഇത് പഠിക്കുന്നത് വെറും എന്താ പറയുക കാർട്ടൂണുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ, അതല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി ഒരു എന്താ പറയുക കൊച്ചുകുട്ടികളുടെ കാർട്ടൂൺ ചാനൽസിനോടുള്ള ആ ഒരു സെയിം ലെവൽ തന്നെയാണ് പാരൻസ് പലപ്പോഴും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും കൊടുത്തിരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരാറുള്ള പല കുട്ടികളുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കധികം കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല മുൻപത്തേക്കാൾ കൂടുതലായിട്ട്. ബിക്കോസ് ഇന്നിപ്പം ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന റിക്വയർമെൻറ്റ്, നമ്മൾ കാണുന്ന ഒരുപാട് പരസ്യങ്ങൾ, ഡിസൈൻസ്, മൾട്ടിമീഡിയയുടെ പലതരം എന്താ പറയുക ഉപയോഗങ്ങൾ, അതായത് ഒരു കോമൺ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും അവരുടെ ലൈഫിൻ്റെ ഒരു ഡേ ടു ഡേ റൊട്ടീനകത്ത് നമ്മളുടെ ഈ പറഞ്ഞ ഗ്രാഫിക്സും കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ വളരെ നെസസറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നതും മുൻ കാലഘട്ടങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നവരെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ ഒരു കരിയർ ഇതിനെ അവരുടെ ഒരു ഉടനീളം ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്തിനെ തന്നെ കാണിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കിനും ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അനിമേഷൻ്റെ വളരെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ് കൂടെയാണ്. കാരണം വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ ഒരുപാട് ആനിമേറ്റേഴ്സിനെ ഒരുപാട് മിനിമം ടൈം ലിമിറ്റിനകത്ത് വർക്കുകൾ കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്യാൻ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികൾ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആനിമേഷൻ്റെ നമ്മുടെ നാട്ടിലുള്ള ഒരു വളർച്ചയെ കാണിക്കുന്നത്. പിന്നെ ആനിമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് പാർട്ടിനപ്പുറം സ്വന്തമായ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനം എത്രത്തോളം ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എത്രത്തോളം സ്വന്തം ഇൻപുട്സ് അല്ലെങ്കിൽ സ്വന്തം ഭാവനയെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയുടെ വിജയം എന്ന് പറയുന്നത്. പെൺമയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രവൃത്തിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം.